ഒത്തിരി മുടി പൊഴിഞ്ഞു പോയിരുന്നു കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് വന്ന മുടി പൊഴിച്ചിലാണ്. മുടി പൊഴിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും മുടിയാണ്. ഒരു തവണ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ മുടി പോയിരുന്നത് ശരിക്കും ഞാൻ കാണിച്ചു തരാം. ഒറ്റ തവണ ഇതുപോലെ പോയിരുന്നു കേട്ടോ മുടി. ഒരാഴ്ച കൊണ്ട് തന്നെ മുടി പൊഴിച്ചൽ നിർത്താൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഇതിൽ പ്രധാനമായിട്ടും ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്കൊക്കെ വെച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഇതുപോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ഇതുപോലെ കട്ടിയായിട്ട് വരില്ലേ, അങ്ങനത്തെ കഞ്ഞിവെള്ളം എടുക്കണം കേട്ടോ. നല്ല കട്ടിയാവരുത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഞാൻ ഏതാണ്ട് ഒരു 3/4 സ്പൂണോളം ഉലുവ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നമുക്ക് താരനൊക്കെ പെട്ടെന്ന് മാറാനും മുടിയുടെ ആ ഡ്രൈനെസ്സൊക്കെ മാറാനൊക്കെ നല്ലതാണ്. സാധാരണ കഞ്ഞിവെള്ളം തലയിൽ തേക്കുമ്പോൾ ഡ്രൈ ആവുമെന്ന് പറയും. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഡ്രൈ ആയി പോവില്ല കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. ഒരു രാത്രി മുഴുവനും ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. എന്നാലാണ് ഈ ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരുള്ളൂ. അപ്പോൾ ഇത് കാലത്താകുമ്പോഴേക്കും കുറച്ച് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഒന്ന് ലൂസാക്കിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കട്ടിയായി പോവില്ല. കഞ്ഞിവെള്ളം കട്ടിയായാലും ഭയങ്കര അങ്ങ് കട്ടിയായി പോവും. അപ്പോൾ ഇനി ഇത് അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കാലത്ത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഈ ഒരു രീതിയിൽ ഞാൻ ഒരു 2 ദിവസം ഇടവിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അതാ കഞ്ഞിവെള്ളം അധികം ടൈറ്റായിട്ടൊന്നുമില്ല, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ തന്നെ അത്യാവശ്യം നമുക്ക് തലയിൽ തേക്കാൻ പാകത്തിന് ആ ഒരു ക്വാണ്ടിറ്റിയിലും അതുപോലെ അത്ര ഒരുപാട് ടൈറ്റും ലൂസും അല്ലാത്ത രീതിയിൽ കിട്ടും. ഇനി ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ കഞ്ഞിവെള്ളത്തിന് ഉലുവ ഇതിലിട്ട് കുതിർന്ന് വരുമ്പോൾ. അതിങ്ങനെ ഞെരടി കൊടുത്താൽ മാത്രം മതി. അരച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മുടെ മുടിയിലുണ്ടാവും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മോൾക്കും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാൻ ഏതാണ്ടൊരു കാലത്തൊക്കെ കുളിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെങ്കിലും ഉച്ചയ്ക്ക് മുന്നേ ഞാൻ കുളിക്കും. അപ്പം ഞാനിത് എനിക്കുള്ളത് മാത്രം ഞാൻ കുറച്ച് വേറെ ആക്കുകയാണ് കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറൊന്നും വേണ്ട, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അരച്ചെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഉലുവയൊക്കെ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ഈ കഞ്ഞിവെള്ളത്തിന് ഇങ്ങനെ വേറെടുത്താൽ കേട്ടോ. ഒത്തിരി ലൂസുമല്ല ഒത്തിരി ടൈറ്റുമല്ല, അങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നല്ല പുളിച്ചിട്ടും ഉണ്ടാവും കഞ്ഞിവെള്ളം. പിന്നെ നമ്മുടെ ഉലുവയുടെ ആ സത്തൊക്കെ ഇതിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇത്രയും ആക്കിയിട്ടുണ്ട്. ഇത് എനിക്കുള്ളത് മാത്രം ഞാൻ വേറെ ആക്കുന്നുണ്ട്. വീണ്ടും ഞാൻ ഈ ഉലുവ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട് കുറച്ച് നേരം കൂടെ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അതാ ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ്. ഇനി ഇതിലേക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയൊന്നും എനിക്ക് വേണ്ട. ഞാനിവിടെ ഇതൊരു പകുതിയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരിക്കാത്ത അത്രയും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ കാലാവസ്ഥയൊക്കെ മാറുമ്പോൾ എനിക്ക് ഈ സെൻസിറ്റീവ് സ്കിന്ന് പോലെയാണ് എൻ്റെ മുടിയുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചൂടും തണുപ്പൊക്കെ മാറി വരുമ്പോൾ നന്നായിട്ട് ആദ്യം വരും മുടി പൊഴിച്ചലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 വീഡിയോയ്ക്ക് മുന്നേ എണ്ണ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അലോവേര ജെല്ല് വെച്ചിട്ടുണ്ടാക്കിയ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ അതൊരു സ്പൂണ് ഇട്ട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഏതാണോ നമ്മൾ തേക്കുന്ന എണ്ണ അതൊരു സ്പൂണോ 1/2 സ്പൂണോ അതിൽ ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആവില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് തൈര് വളരെ നല്ലതാണ്. നല്ലൊരു ഷൈനി എഫക്റ്റ് കിട്ടും കേട്ടോ. തൈര് ചേർത്തിട്ട് നമ്മൾ മുടിയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ എണ്ണയൊന്നും തേക്കാതെ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ മുടി എങ്ങനെയാണോ കെയർ ചെയ്യുക അതുപോലെ ചെയ്യുന്നതാണ് കേട്ടോ. എണ്ണ ഇട്ടിട്ടുള്ളത് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാമേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ട് നല്ല ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത് നമുക്ക്.
ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ അത് വിചാരിച്ച പോലെ തലയിലിടാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് തലയിലിടാം. ഇതിൽ ഞാൻ ആ ഉലുവ ഇട്ട് വീണ്ടും ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു പോയി. നമ്മൾ ഈ മുടി അഴിച്ചിടുമ്പോൾ തന്നെ ഒട്ടും കനമില്ലാത്തൊരു ഫീലൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇത് ഞാനിങ്ങനെ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ വലിയ മുടി പൊഴിച്ചിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ മുടിയിരിക്കുന്നത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ കിളിർത്ത് വരികയും ചെയ്യും കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഒരുപാട് ഇങ്ങനെ ഊരിപ്പോയി എന്നുള്ളൊരു തോന്നലൊന്നും നമുക്ക് പെട്ടെന്ന് തോന്നില്ല. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഇതുപോലെ ആ മുടി പൊഴിച്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പത്തിലായ പോലെ തോന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ലിക്വിഡ് തലയിൽ തേക്കുകയാണ്. ഞാൻ തലയിൽ ഓൾറെഡി എണ്ണയൊന്നും തേക്കാതെ വെച്ചിരുന്നതാണ് കേട്ടോ. ഒരു ദിവസം ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഞാൻ തല നനയ്ക്കുന്നത്. അപ്പോൾ ഇന്നലെ തേച്ചില്ല, മിനിയാന്നാണ് തല നനച്ചത്. അപ്പോൾ ഞാനിതുപോലെ തന്നെ ചെയ്തിരുന്നു. ഇത് ഫ്രിഡ്ജിലൊന്നും കയറ്റി വയ്ക്കരുത് കേട്ടോ. കാരണം നല്ല തണുപ്പാണ് കഞ്ഞിവെള്ളത്തിന്. ഈ ചൂട് കാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ലൊരു പാക്കാണ് കേട്ടോ അത്. ഇത് നല്ലവണ്ണം ഇതുപോലെ തലയിലൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ ഒരു രീതിയിൽ തന്നെ ഞാനിങ്ങനെ കുറച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പനിക്കൂർക്കയില നീരെടുക്കണേ. അപ്പോൾ അത്യാവശ്യം മുടിയൊക്കെ ഇപ്പോൾ കൊഴിച്ചിൽ മാറിയിട്ടുണ്ട്. എനിക്കിത് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാനിത് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്ത് നോക്കുമ്പോൾ വീഡിയോ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ടാണ് ഒത്തിരി ലേറ്റ് ആവുന്നത് കേട്ടോ. നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റേത് ഞാൻ ഇനി കുളിയൊക്കെ കഴിഞ്ഞ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മോൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഞാൻ അങ്ങനെ വെച്ചതാണ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് ഇതെടുക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം കണ്ടോ കുറച്ചും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഇതിനെ ഉടച്ച് കൊടുക്കണേ. ഈ കഞ്ഞിവെള്ളം ഇങ്ങനെ പീസായിട്ട് കിടക്കുന്നില്ലേ. അപ്പോൾ ഇത് വീണ്ടും നല്ലോണം സോക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മളെടുത്ത അതേ ഉലുവ തന്നെയാണ് കേട്ടോ അത്. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ഇനി ഇത് നമ്മളിതാ നേരത്തെ പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. അതേ അരിപ്പയിലിട്ടിട്ട് എന്നിട്ട് ഇതാ ഇപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പുളിയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്കിതിൽ തൈര് ചേർക്കേണ്ട ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ നമ്മളിങ്ങനെ ഹെയർ കെയർ ചെയ്യുമ്പോൾ ഇതൊരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ മുട്ടയുടെ വെള്ളം മാത്രം നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മുട്ടവെള്ളം. ഇത് നമുക്ക് മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തലയിൽ എണ്ണ ഇടില്ലേ, അവളുടെ തലയിൽ നന്നായിട്ട് എണ്ണ ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വീക്കെൻഡിൽ ചെയ്യില്ലേ അതുപോലെ. അപ്പോൾ ഡാൻഡ്രഫൊക്കെ താരനൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് വരും. അപ്പോൾ കഞ്ഞിവെള്ളം, ഉലുവ, മുട്ടവെള്ള ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ നല്ലോണം അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മിക്സായിട്ട് വരണം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഞാൻ അവളുടെ തലയിൽ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതല്ലാതെ നമുക്ക് ചെയ്യണം, ഹെയർ പാക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു 1/2 സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ മുടി ഞാനിവിടെ അഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതിൽ എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുടി പോലെയല്ലേ ഉള്ള മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള മുടിയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ നീളം വയ്ക്കുന്ന മുടിയാണ്. അപ്പോൾ ഇടയിലൊക്കെ വെട്ടി കൊടുക്കുന്ന കാരണം സ്കൂളിലാവുമ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ അഴിച്ചിട്ട് ലെങ്തി ആയിട്ട് വളർത്താനൊന്നും പറ്റില്ല. കഴിയണതും ഈ ഒരു ലെങ്ത്തിൽ മാത്രമേ നിർത്തുള്ളൂ. അതിൽ കൂടുതൽ വളരുമ്പോൾ നമ്മൾ വെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അതാ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിക്വിഡ് അവളെ തലയിൽ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ 1 2 തുള്ളി മാത്രം ഷാമ്പു കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് തലയിൽ ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ നന്നായിട്ട് ഈ ഒരു ലിക്വിഡ് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ലോണം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കും. നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാത്തൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തത്. അപ്പോൾ മുന്നേ തന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയിൽ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് മുടി ചെയ്യുമ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ കോമ്പ് ഇട്ട് ചെയ്യുമ്പോൾ മുടി ഇങ്ങനെ ഊരി വരുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ കോമ്പ് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മുടി പൊഴിച്ചിലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കോമ്പെടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് കൊണ്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കരുത്, ഒരു ചീത്ത മണമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ മോളുടെ മുടി നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഹെയർ പാക്ക് ഇട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ 2 തുള്ളി മാത്രം ഒരു കപ്പിൽ വെള്ളം കുറച്ച് മിക്സ് ചെയ്തിട്ട്, അതായത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇതുപോലെ തല കഴുകി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. എണ്ണയൊന്നും ഒട്ടും തന്നെ തലയിൽ ഉണ്ടാവില്ല കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.